ഹായ് ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഞാൻ തങ്കച്ചൻ, റിട്ടയേർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ. ഇന്നത്തെ കാലത്ത് ഒരു വാഹന അപകടത്തിൽ പ്രതിയാക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന തൊന്തരവുകളെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഈ വീഡിയോ. ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത എന്നുള്ള ആ സംവിധാനം വഴിയാണ് ഒരാൾ കുറ്റക്കാരനായി കഴിഞ്ഞാൽ ഈ കുറ്റപത്രം തയ്യാറാക്കുന്നതും അത് പ്രകാരമുള്ള വകുപ്പുകൾ ചാർത്തുന്നതും. പണ്ട് IPC സെക്ഷൻ 279 അലസമായും അശ്രദ്ധമായിട്ടും വാഹനം ഓടിക്കുന്നത്, അതിന് പകരമായിട്ടുള്ളത് ഇപ്പോൾ BNS 281 ആണ്. കൂടാതെ 337 ഒരാൾക്ക് മുറിവ് സംഭവിക്കുന്ന രീതിയിലുള്ള, സാധാരണ പരിക്ക് സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ 337 അത് ഇപ്പോൾ മാറിയിട്ട് 125A എന്ന് പറയും. ഇനി ഒരാൾക്ക് അപകടത്തിൽ കയ്യോ കാലോ ഒടിയുന്നു, കൂടുതൽ സാരമായിട്ടുള്ള മുറിവുകളും ഈ ഒടിവുകളും എല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ BNS സെക്ഷൻ 125B വിഭാഗത്തിൽപ്പെടുത്തിക്കൊണ്ട് കുറ്റപത്രം തയ്യാറാക്കും. ഇനി ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ 304A എന്നുള്ള IPC സെക്ഷൻ ഇപ്പോൾ 106 സബ്സെക്ഷൻ 1 എന്നുള്ള രീതിയിലാണ് പരിഗണിക്കപ്പെടുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, IPC സെക്ഷനിൽ ഉണ്ടായിരുന്ന ആ തടവ് ശിക്ഷയും ഫൈനും അത് 10 മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഈ BNS സംവിധാനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് അലസമായും അശ്രദ്ധമായിട്ടും വാഹനം ഓടിക്കുന്നതിന് ഉള്ള തടവ് ശിക്ഷ നേരത്തെ ഉണ്ടായിരുന്നത് 6 മാസത്തേക്കാണ്. പൊതുവിൽ ഈ അലസമായും അശ്രദ്ധമായും വാഹനം ഓടിച്ചു എന്നുള്ളതിന് തടവ് ശിക്ഷ നൽകപ്പെട്ടിട്ടുള്ളത് വളരെ വിരളമായിട്ടുള്ള കേസുകൾ മാത്രമാണ്. അങ്ങനെയുള്ള കുറ്റപത്രം ചാർത്തപ്പെടുന്ന ആളുകൾക്ക് 1000 രൂപ ഫൈനാണ് നിശ്ചയിക്കപ്പെട്ടിരുന്നത്. അത് ഇപ്പോഴുള്ള BNS സെക്ഷൻ 281ലും അതേ പിഴയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ IPC സെക്ഷൻ 337, അതായത് പരിക്ക് മാത്രം സംഭവിക്കുന്ന കേസുകളിൽ ഇപ്പോൾ BNS 125A എന്ന് പറയുന്ന അതിന് 6 മാസം വരെ തടവും 5000 രൂപ പിഴയും അടയ്ക്കേണ്ടതായിട്ട് വരും. നേരത്തെ ഈ പിഴ 500 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് ഓർക്കുക. ഇനി 125B, ഒരാൾക്ക് കയ്യോ കാലോ ഒടിയുകയോ കൂടുതൽ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന BNS 125B എന്ന് പറയുന്നതിൽ ഇപ്പോൾ 3 വർഷം വരെ തടവോ 10000 രൂപ പിഴയോ ആയിരിക്കും. നേരത്തെ അതിൻ്റെ പിഴ നിശ്ചയിക്കപ്പെട്ടിരുന്നത് 1000 രൂപയായിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ 337, 338ൽ 1500 രൂപ പിഴ അടയ്ക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ഇപ്പോൾ അത് 15000 രൂപ പിഴ അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ് വ്യത്യാസം ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി 304A എന്ന് പരക്കെ അറിയപ്പെട്ടിരുന്ന അത് 106 സബ്സെക്ഷൻ 1, ഇത് പ്രകാരം 5 വർഷം വരെ തടവോ കോടതി നിശ്ചയിക്കുന്ന പിഴയോ ഇത് രണ്ടുമോ അത് കൊടുക്കേണ്ടതായിട്ട് വരുന്ന ഒരു മാറ്റമാണ് നമ്മൾ കാണുന്നത്. ഇനി പലരുടെയും സംശയം, ഇപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരു വാഹന അപകടത്തിൽ പ്രതിയാക്കപ്പെട്ടാൽ പലപ്പോഴും നമുക്ക് ഈ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ? ഇപ്പോൾ സാധാരണഗതിയിൽ 125A അല്ലെങ്കിൽ 125B ഈ വകുപ്പുകളിൽ പെടുന്ന കേസുകളിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ജോലിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ വിദേശത്ത് പോകാനോ മറ്റും നിങ്ങൾക്ക് ഈ ഒരു കേസ് ഒരു തടസ്സമാകുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ ഒരു 6 മാസത്തിനകം ഈ വാഹന അപകടത്തിന് ശേഷം നിങ്ങളെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി സമൻസ് അയച്ചു വരുത്തുകയും കുറ്റം ചെയ്തോ എന്ന് ചോദിച്ച് നിങ്ങളത് കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പിഴ അടയ്ക്കേണ്ടതായിട്ട് വരും എന്നുള്ളൊരു കാര്യം മറക്കരുത്. ഈ കാര്യത്തിന് വേണ്ടിയിട്ട് അത് നിങ്ങൾ നേരിട്ട് ഹാജരാകണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്കൊരു അഡ്വക്കേറ്റിനെ എൻഗേജ് ചെയ്യാം. അപ്പോൾ അഡ്വക്കേറ്റ് അവരുടേതായിട്ടുള്ള ഫീസ് ഈടാക്കും എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ കേസിലെ അലസമായും അശ്രദ്ധമായിട്ടും വാഹനം ഓടിച്ചു എന്നുള്ള ആ കേസിൽ നിന്നും നിങ്ങൾ ഒഴിവാകും. എന്നാൽ അപ്പോഴും ഈ പരിക്ക് പറ്റിയിട്ടുള്ള ആളിൻ്റെ കോമ്പൻസേഷൻ നിശ്ചയിക്കുന്നതിലേക്കായിട്ട് മോട്ടോർ ആക്സിഡൻറ്റ്സ് ക്ലെയിംസ് ട്രൈബ്യൂണലിൽ കേസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുപ്രകാരം ഒരു പെറ്റീഷൻ ഈ MACT കോടതിയിൽ ഫയൽ ചെയ്യപ്പെടുമ്പോൾ ഈ വാഹന അപകടത്തിൽ ഉൾപ്പെട്ട പ്രതി, ആ വാഹനത്തിൻ്റെ ഉടമ, അത് പ്രതിയാണെങ്കിൽ അയാൾക്ക് തന്നെ, അതല്ല വാഹനത്തിൻ്റെ ഉടമ വേറൊരാളാണെന്നുണ്ടെങ്കിൽ ഇവർക്കെല്ലാം ഈ പെറ്റീഷൻ പ്രകാരം ഉള്ള നോട്ടീസ് വരും. അതായത് ഈ പെറ്റീഷനിൽ എത്ര തുകയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, ആ തുക നിങ്ങൾ അടയ്ക്കേണ്ടി വരും എന്നുള്ള രീതിയിലുള്ള ഒരു നോട്ടീസാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ 125A 125B പ്രകാരം ഉള്ള കേസുകളിൽ ഇതുപോലുള്ള ഒരു അത് എത്രമാത്രം നഷ്ടപരിഹാരം നൽകേണ്ടി വരും എന്നുള്ള രീതിയിൽ അത് നിങ്ങൾ നൽകണം എന്നുള്ള രീതിയിലാണ് ഈ പെറ്റീഷൻ ഫയൽ ചെയ്യപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ ഇൻഷുറൻസ് കമ്പനികൾക്കും ഈ പെറ്റീഷൻ ഒരു കോപ്പി അയച്ചു കൊടുക്കുന്നുണ്ടാകും. അതായത് ഒരു സമൻസ് പോലെ അവർക്കും അയക്കുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അലസമായും അശ്രദ്ധമായിട്ടും വാഹനം ഓടിച്ചു, അമിത വേഗതയിൽ വാഹനം ഓടിച്ചു എന്നുള്ള ആ കുറ്റം നിങ്ങൾ അത് അംഗീകരിച്ച് അല്ലെങ്കിൽ അത് സമ്മതിച്ച് നിങ്ങൾ പിഴ അടച്ചതിന് ശേഷം ഇതിൻ്റെ ഈ കോമ്പൻസേഷൻ നൽകേണ്ട ഉത്തരവാദിത്തം ഇൻഷുറൻസ് കമ്പനിക്കാണ്. പക്ഷെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇപ്പോൾ 125A ആയാലും 125B ആയാലും അതിൽ
നിങ്ങളുടെ ഈ വാഹനത്തിൻ്റെ രേഖകൾ, അതായത് ഇപ്പോൾ ഒരു പ്രൈവറ്റ് കാറോ മോട്ടോർ സൈക്കിളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി, അതുകൂടാതെ നിങ്ങളുടെ ലൈസൻസിൻ്റെ വാലിഡിറ്റി, ഇൻഷുറൻസ്, ഇതുപോലുള്ള ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ആ വാലിഡിറ്റി തീർന്നു പോവുകയോ അതിന് ഇൻഷുറൻസ് കമ്പനിക്ക് ഉത്തരവാദിത്തം ഇല്ലാതെ വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെതിരെ നിങ്ങൾക്ക് കണ്ടസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അഡ്വക്കേറ്റിനെ വെക്കേണ്ടതായിട്ട് വരും. അല്ലാത്ത പക്ഷം ഈ 125A 125B സെക്ഷനിൽ വരുന്ന കേസുകളിൽ നിങ്ങൾ ഈ കോടതിയിൽ ഹാജരാകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ലഭിക്കുന്ന സമൻസ് എന്ന് പറയുന്നത് ഇന്ന തീയതിയിൽ ഇത്ര സമയത്ത് നിങ്ങൾ കോടതിയിൽ ഹാജരാകണം എന്നുള്ള ഒരു നോട്ടീസാണ്, സമൻസാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആ സമൻസ് പ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ സൈഡ് ഇൻഷുറൻസ് കമ്പനി ഇത് പേ ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് ഉറപ്പുള്ള കേസുകളിൽ നിങ്ങൾ കോടതിയിൽ ഹാജരായില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇനി പല കേസുകളിലും നിങ്ങൾക്ക് ഇനി സംശയമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയെ സമീപിക്കുകയും അവിടെ നിന്ന് ഉപദേശം തേടാവുന്നതുമാണ്. ഇനി സാധാരണഗതിയിൽ നമ്മൾ പറയും കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ഒരു സമൻസാണ്, നിങ്ങൾ കോടതിയിൽ ഹാജരായി എന്നോർത്തും കുഴപ്പമൊന്നുമില്ല, അതിൽ നിങ്ങൾക്കെതിരെ ഒരു നടപടിയും അവിടെ ഉണ്ടാകില്ല. പക്ഷേ നിങ്ങൾ ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഹാജരായി എന്നുള്ളത് അത് നിങ്ങളുടെ മനോധർമ്മം പോലെ ചെയ്യുക. ഹാജരായില്ല എന്നോർത്തും വലിയ നിയമ നടപടികളൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഒരു നിയമ നടപടിയും സ്വീകരിക്കപ്പെടില്ല എന്ന് വളരെ ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത്. ഇനി അതേസമയം 304A, അതായത് ഇപ്പോഴത്തുള്ള BNS 106 സബ്സെക്ഷൻ 1 വരുന്ന കേസുകളിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു അഡ്വക്കേറ്റിൻ്റെ സഹായം തേടേണ്ടി വരും. കാരണം 125A 125B പ്രകാരം കുറ്റം സമ്മതിച്ച് നിങ്ങൾക്ക് പിഴയൊടുക്കി ഇത് തീർക്കാനായിട്ട് സാധിക്കില്ല. ഈ കേസ് തീരുന്നതുവരെ ഇതിൽ നിങ്ങൾ തന്നെയാണ് ഇതിൽ പ്രതി, അത് നിങ്ങളെ കൃത്യമായിട്ടും ഇതിൻ്റെ വിറ്റ്നസ്സുകൾ തിരിച്ചറിഞ്ഞു, നിങ്ങൾ ഈ കുറ്റം ചെയ്തതായിട്ട് ആ കോടതിയിൽ തെളിയിക്കാനായിട്ട് മറുഭാഗം വക്കീലിന് സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 5 വർഷത്തെ തടവ് ലഭിക്കുന്ന രീതിയിലും പിന്നെ കോടതി നിശ്ചയിക്കുന്ന പിഴയും കൊടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ നമുക്ക് മുൻപുള്ള ആ കേസുകളെല്ലാം പരിഗണിക്കുമ്പോൾ IPC 304A കേസുകളിൽ ഈ ഡ്രൈവറെ കുറ്റക്കാരനായിട്ട് കണ്ട് തടവ് ശിക്ഷ ലഭിക്കുന്ന കേസുകൾ വളരെ വിരളമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇനി മുന്നോട്ട് ഇപ്പോഴുള്ള ഈ അപകട പരമ്പരകളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഈ കേസ് പരിഗണിക്കുന്ന ബഹുമാനപ്പെട്ട കോടതി എങ്ങനെയായിരിക്കും ഈ തരത്തിലുള്ള വിധിന്യായം പുറപ്പെടുവിക്കുക എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഈ 106 സബ്സെക്ഷൻ 1 വരുന്ന അല്ലെങ്കിൽ 304A പണ്ടത്തെ IPC 304A പ്രകാരമുള്ള കേസുകളിൽ നിങ്ങൾക്ക് വിദേശത്ത് പോകാനോ ഒരു ജോലി തേടാനോ ഒരു പ്രശ്നമായിട്ട് മാറാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും അഡ്വക്കേറ്റിൻ്റെ ആ ഒരു നിയമ ഉപദേശം തേടിയിട്ട് അത് പ്രകാരം കോടതിയുടെ എന്തെങ്കിലും അനുമതിയോട് കൂടി നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. കാരണം ഈ മരണപ്പെട്ട കേസുകളിലെല്ലാം നിങ്ങളെ എപ്പോഴെല്ലാം ഈ കോടതി വിളിക്കുന്നുണ്ടോ അവിടെയെല്ലാം നിങ്ങളുടെ ഭാഗം അത് വിശദീകരിക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള വിചാരണ നേരിടാനായിട്ട് നിങ്ങൾ സ്വയം അവിടെ ഹാജരാകണം എന്നുള്ള രീതിയിലാണ് ഈ നിലവിലെ സമ്പ്രദായം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ അഡ്വക്കേറ്റ് എപ്പോഴും നിങ്ങളുടെ സാന്നിധ്യം അല്ലെങ്കിൽ സാന്നിധ്യമില്ലായ്മ അത് ആ രീതിയിൽ ആ അഡ്വക്കേറ്റ് ഈ ബഹുമാനപ്പെട്ട കോടതിയെ വിശദീകരണം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇത് ഈ കോടതി മുഖേനയുള്ള ശിക്ഷാ നടപടികൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്കുണ്ടാകുന്ന ഒരു സംശയമാണ്. ഇപ്പോൾ ഈ അപകടത്തിൽപ്പെടുന്ന ഈ വാഹനങ്ങൾ അത് പോലീസ് സ്റ്റേഷനിൽ ഒരു കച്ചീട്ട് നൽകിയതിന് ശേഷമാണ് ഈ വാഹനങ്ങൾ കയ്യേൽക്കുന്നത്. അപ്പോൾ ആ കച്ചീട്ട് പ്രകാരം ഏത് സമയത്ത് ആവശ്യപ്പെട്ടാലും ഈ വാഹനം ഹാജരാക്കിക്കൊള്ളാം എന്നുള്ള ആ ഒരു കരാറ് പോലെയാണ് ഈ കച്ചീട്ട് നൽകപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങളുടെ ക്രയവിക്രയം, അതായത് വീണ്ടും ആർക്കെങ്കിലും കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഒരു ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേറ്റർ എന്നുള്ള നിലയ്ക്ക് ഇത്രയും കാലത്തെ എൻ്റെ അനുഭവം അത് കാണിക്കുന്നത് ഇങ്ങനെയുള്ള വാഹനങ്ങൾ അത് കൈമാറ്റം ചെയ്യുന്നതിന് വലിയ തടസ്സമൊന്നുമില്ല. കാരണം ആ രീതിയിൽ ഇത് കോടതിയിൽ പിന്നീട് ആവശ്യപ്പെടാറില്ല. കാരണം ഈ വാഹനത്തിൻ്റെ ഒരു സീഷർ മാസ്റ്റർ, അതുകൂടാതെ വെഹിക്കിൾ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്, ഇതെല്ലാം കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള രേഖകളിലുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് അതിൻ്റെ ഒരു ആവശ്യം വരാറില്ല. എന്നാൽ ഈ തരത്തിൽ കൂടുതൽ പ്രമാദമായിട്ടുള്ള കേസുകൾ, ഏതെങ്കിലും സംശയകരമായിട്ടുള്ള കേസുകൾ ഈ വാഹനാപകടത്തിൽ പെടുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഈ ബാലഭാസ്കറിൻ്റെ പോലെയുള്ള ഈ കേസുകളിലെല്ലാം ഈ വാഹനം ഈ കോടതിയിൽ തന്നെ സമർപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സംശയകരമായ രീതിയിലുള്ള അപകടങ്ങളുടെ കേസിൽ കോടതിയിൽ ഈ വാഹനം സമർപ്പിക്കുകയും കോടതിയാണ് ഈ പോലീസിനോട് ഇത് കസ്റ്റഡിയിൽ സൂക്ഷിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങളാണ് അധികവും നമ്മൾക്ക് ഈ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. സാധാരണഗതിയിലുള്ള ഇപ്പോൾ ഈ 125A 125B 304A കേസുകളിൽ അങ്ങനെ ഒന്നും ആ വാഹനങ്ങൾ അവിടെ സൂക്ഷിക്കേണ്ട കാര്യമില്ല. ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ വാഹനങ്ങളെല്ലാം
തിരിച്ചു കിട്ടുന്ന രീതിയിലാണ്. അങ്ങനെ തിരിച്ചു കിട്ടുന്ന വാഹനങ്ങൾ നിങ്ങൾക്ക് മറ്റാർക്കെങ്കിലും കൈമാറ്റം ചെയ്യുന്നതിന് തടസ്സമൊന്നും ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 125B, അതായത് നേരത്തെ ഉണ്ടായിരുന്ന സെക്ഷൻ 338 പ്രകാരവും 304A പ്രകാരവും, അതായത് 125Bയും ഈ 106 സബ്സെക്ഷൻ 1 പ്രകാരമുള്ള കേസുകളിൽ ഉറപ്പായിട്ടും മോട്ടോർ വാഹന വകുപ്പ് അവരുടെ ലൈസൻസ് സസ്പെൻഷൻ ഉണ്ടാകും. അങ്ങനെ സസ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളെ ഹിയർ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത്. അതായത് നിങ്ങളെ ഒരു നോട്ടീസ് അയച്ച് RTO ഓഫീസിൽ വരുത്തുകയും ആരാണ് ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ആ അധികാരി നിങ്ങളുടെ ഭാഗം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് 1 മാസത്തെ സസ്പെൻഷൻ ആണെങ്കിൽ അങ്ങനെ ചിലപ്പോൾ 1 വർഷം വരെ നീളുന്ന ഈ ലൈസൻസ് സസ്പെൻഷൻ ഉണ്ടാകും. എന്നാൽ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെയല്ല മോട്ടോർ വാഹന നിയമത്തിലും പറയുന്നുണ്ട്, ഇങ്ങനെ ഈ വലിയ അപകടങ്ങളിൽ പെടുന്ന ആളുകൾക്ക് നല്ലൊരു രീതിയിലുള്ള ട്രെയിനിങ് അത് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത നിയമത്തിൽ തന്നെ ഊന്നി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ അദ്ദേഹം മന്ത്രിയായി ചാർജ് എടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരവ് ഈ ലൈസൻസിൻ്റെ സസ്പെൻഷൻ നിലനിൽക്കുകയും ഒരു 5 ദിവസത്തെ ക്ലാസ് അത് നിർദ്ദിഷ്ട ഒരു സിലബസിൽ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രം ഇവർക്ക് ഈ സസ്പെൻഷൻ പീരീഡ് കഴിഞ്ഞിട്ട് ഈ ലൈസൻസ് തിരികെ നൽകിയാൽ മതി എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ പുതിയ ഉത്തരവ് വന്നിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ ജോലിയൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം 5 ദിവസം ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൂടാതെ ഈ 5 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിലേക്കായിട്ട് ഒരു ദിവസം 1000 രൂപ നിരക്കിൽ 5000 രൂപ ഈ പറയുന്ന ഈ ലൈസൻസ് ഹോൾഡർ ആ പേയ്മെൻറ്റും കൂടി നടത്തിയാൽ മാത്രമാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് നിർബന്ധപൂർവ്വം അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇനി ഇപ്രകാരം പരിക്ക് പറ്റുന്ന ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമുള്ള പോലീസ് നടപടിക്രമങ്ങൾ എന്ന് പറയുന്നതും വളരെ കുഴപ്പം പിടിച്ച നടപടിക്രമങ്ങളാണ്. കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും ഈ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി നിങ്ങൾക്ക് ഇതിൻ്റെ തെളിവ് നൽകാനും അതുകൂടാതെ ഈ സ്പോട്ടിൽ വന്നിട്ട് ഇവരെ പോലീസുകാരെ ഇതിന് സ്പോട്ടിലെ കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുകയും എങ്ങനെയാണ് ഈ അപകടം നടന്നതെന്ന് വിശദീകരിക്കുകയും ഈ രീതിയിലുള്ള ആ തെളിവെടുപ്പെന്ന് പറയുന്നത് കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും നീണ്ടു നിൽക്കും. കൂടാതെ ഈ വാഹനം പോലീസ് കസ്റ്റഡിയിൽ കൊടുക്കണം. അത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അവർക്ക് കിട്ടുന്ന ആ ഇമെയിൽ അനുസരിച്ചിട്ട് അവർ വന്ന് ഈ വാഹനം പരിശോധിച്ച് ആ റിപ്പോർട്ട് അവർക്ക് ലഭിക്കണം. ഈ രീതിയിലുള്ള നടപടിക്രമങ്ങളും ഉണ്ടെന്നുള്ളൊരു കാര്യം ഓർമ്മിക്കുക. അപ്പോൾ ഒരിക്കലൊരു അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ ആ പെടുന്നയാൾ പിന്നീട് ഒരു അപകടം ഉണ്ടാകാതിരിക്കാനായിട്ട് കഴിവതും ശ്രമിക്കുമെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അത്രമാത്രം ബുദ്ധിമുട്ട് പിടിച്ച ഒരു ഏർപ്പാടാണ്. ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഈ പോലീസ് നടപടിക്രമങ്ങളും അതുകൂടാതെ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നാണെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ അവർക്ക് ഇമെയിൽ ലഭിച്ചു കഴിഞ്ഞാൽ അധികം താമസിയാതെ തന്നെ ശരിക്കും 24 മണിക്കൂർ അല്ലെങ്കിൽ ഏറ്റവും ഏറിയാൽ 48 മണിക്കൂറിനകം ഈ വാഹനം പരിശോധിച്ച് ഈ പോലീസുകാർക്ക് നേരിട്ട് റിപ്പോർട്ട് നൽകുകയാണ് ചെയ്യുന്നത്. ആക്സിഡൻറ്റ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ അത് നൽകും. അപ്പോൾ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഫയൽ മുഴുവൻ കംപ്ലീറ്റ് ആക്കി അന്വേഷണം നടത്തിയതിന് ശേഷം അവർ ബഹുമാനപ്പെട്ട ഈ കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു ചെറിയ അപകടത്തിൽപ്പെട്ടാൽ, അത് ചെറിയ രീതിയിലുള്ളൊരു പരിക്ക് പറ്റുന്ന ഒരു അപകടത്തിൽപ്പെട്ടാൽ പോലും നിങ്ങൾക്ക് ഇതുപോലുള്ള പോലീസ് കേസുകൾ, കോടതി നടപടികൾ, കൂടാതെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ വകയായിട്ടുള്ള ഇതുപോലുള്ള ശിക്ഷാ നടപടികളും കൂടി ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ഓർത്തുകൊണ്ട് സുരക്ഷിതമായിട്ട് വാഹനം ഓടിക്കാനായിട്ട് ശ്രമിക്കുക. അല്പം താമസിച്ചാൽ പോലും നമുക്ക് മറ്റൊരുത്തൻ്റെ ജീവൻ എടുക്കാതെയും മറ്റൊരുത്തന് മുറിവ് പറ്റി അവൻ്റെ ചോര വീഴ്ത്താതെയും ഓടിക്കാനായിട്ട് സാധിച്ചാൽ അത് നിങ്ങൾക്കും അത് നിങ്ങളുടെ ഭാവി ജീവിതത്തിനും അത് വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് ഓർമ്മിക്കുക.